അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പ്രഭാതം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നന്മയെ കേൾക്കാനും അനുസരിക്കാനും പ്രവൃത്തിപഥത്തിൽ അതിന് തുടർത്താനും നമുക്കൊക്കെ അവസരങ്ങൾ ഒരുക്കി തരട്ടെ. ആമീൻ. ഇന്നലെ സൂചിപ്പിച്ച പോലെ സീറത്തുൻ നബി എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ ഹ്രസ്വമായ രൂപത്തിൽ കുറഞ്ഞ സമയത്തിനകം കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞു പോകാനാണ് താല്പര്യപ്പെടുന്നത്. എന്താണ് സീറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സീറ എന്ന് പറഞ്ഞാൽ സഞ്ചാരം എന്നൊക്കെയാണ് അർത്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരേക്കുമുള്ള 63 വർഷക്കാലത്തെ ആ സഞ്ചാരം, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒപ്പിയെടുക്കുക. മസീർ എന്നത് നടത്തം എന്നാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ സീറക്ക് നബിയോട് കൂടെയുള്ള നടത്തം എന്ന് വേണമെങ്കിൽ വെക്കാം. ഇത് നമുക്കൊരു അനുഭവമാണ്. വെറുതെ കേട്ടുപോകുന്നതിനപ്പുറം, വെറുതെ വികാരം കൊള്ളുന്നതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു നമ്പറെ പോലെ, ആളെ പോലെ നമുക്ക് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈ ക്ലാസ് കൊണ്ട് ആവണം എന്നാണ് ഞാൻ ലക്ഷ്യം കാണുന്നത്. എന്തുകൊണ്ടാണ് സീറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പ്രതിപാദിക്കുന്നത്? അതിൽ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന്, പ്രധാന താല്പര്യങ്ങൾ ഒന്ന്, റബീഉൽ അവ്വൽ എടുക്കുക. വെറുതെ ഷോ ഓഫ് ആയി റബീഉൽ അവ്വലിനെ ആചരിച്ചും ആഘോഷിച്ചും തള്ളിക്കളയാതെ ഉൾക്കൊണ്ട് നബിയെ വാഴ്ത്താനും പാടാനും പറയാനും കേൾക്കാനും വായിക്കാനും ഒക്കെ കഴിയുക. അതിന് നമ്മുടെ ഖൽബിന് ഒരു നനച്ചുപുളി എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഖൽബ് ശുദ്ധിയായാൽ എന്തിനാണ് മൗലിദ് ആചരിക്കുന്നത്, എന്തിനാണ് റബീഉൽ അവ്വൽ കൊണ്ടാടുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു താല്പര്യം തന്നെ. രണ്ടാമത്തെ താല്പര്യം, എന്തുകൊണ്ട് നബി എന്ന ചോദ്യത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം അള്ളാഹു കഴിഞ്ഞാൽ പ്രതിപാദിക്കപ്പെടേണ്ട ഒരാളില്ല. ഒന്നാലോചിച്ച് 1500 വർഷങ്ങൾക്ക് ഉള്ളിൽ മാത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ചരിത്രകാരന്മാരുണ്ട്. പിന്നെ സമുദായങ്ങളെ സ്വാധീനിച്ചവരോ അല്ലെങ്കിൽ സൊസൈറ്റിയെ സ്വാധീനിച്ചവരോ മതങ്ങളെ മൊത്തത്തിൽ സ്വാധീനിച്ചവരോ ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ വേറെ ഉണ്ടാകും. പക്ഷെ നബിയെപ്പോലെ നബി മാത്രമേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ചെരുപ്പിനെ വിശേഷിപ്പിക്കാൻ 6-7 കിതാബുകൾ നിങ്ങൾ ChatGPT ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും. ചെരുപ്പിനെ മാത്രം വിശേഷിപ്പിക്കാൻ 6-7 കിതാബ് പ്രത്യക്ഷത്തിൽ ആർക്കും അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇനി അതിനപ്പുറം നെറ്റിലും മറ്റും കയറിക്കൂടാതെ കിതാബുകൾ അറിയാം. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നതല്ല, ഒരു മനുഷ്യന്റെ ചെരുപ്പ് എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കാൻ കിതാബുകൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഹബീബിന്റെ തലയിൽ എത്ര രോമുണ്ടായിരുന്നു, അതിലെത്ര ബ്ലാക്ക്, അതിലെത്ര വൈറ്റ് എന്നത് സൂചിപ്പിക്കൽ കിതാബാണ്. അതുകൊണ്ട് തന്നെ അതൊരു കാരണമാണ്. മറ്റൊരു കാരണം ദ 100 എന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ ക്രിസ്ത്യാനി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ ഒന്നാമത് ലോകം സ്വാധീനിച്ച വ്യക്തിത്വങ്ങളിൽ പ്രഥമ സ്ഥാനം അദ്ദേഹം കൊടുത്ത് കൃത്യമായി വിവരിച്ചു കാണിച്ചത് മുസ്തഫ നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് വേണമെങ്കിൽ യേശുവിനെ എഴുതാമായിരുന്നു. എന്തുകൊണ്ട് യേശുവിനെ എഴുതുന്നില്ല? വളരെ സിമ്പിളാണ്. 3 വർഷമാണ് അദ്ദേഹത്തിന്റെ നിയോഗം. ഈസാ നബിയുടെ നിയോഗം 3 വർഷം മാത്രമാണ്. ആ 3 വർഷത്തിൽ എല്ലാ വിഷയത്തിലും ഈസാ നബി റോൾ മോഡലാണ്? അല്ല. എല്ലാം എന്നത് പോയിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും റോൾ മോഡലാണ്? അല്ല. ഞാൻ ഈസാ നബിയെ എഴുത്തും മറ്റുമല്ല, നമ്മുടെ മുൻകാല പ്രവാചകന്മാരൊക്കെയും നമുക്ക് തുല്യരാണ്. പക്ഷെ
ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹ കാര്യത്തിൽ നമുക്ക് റോൾ മോഡൽ ഇല്ല. ഉണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ല. ഒരു ഭർത്താവ് എന്നതിൽ റോൾ മോഡൽ ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു പിതാവ് എന്നതിൽ റോൾ മോഡൽ ഉണ്ടോ? ഇല്ല. പിന്നെ ഒരു വിധികർത്താവ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ മേഖലയും പരിശോധിക്കുമ്പോൾ ഈസാ നബിയുടെ നിയോഗം എന്നുള്ളത് 3 വർഷത്തേക്ക് മാത്രമാണ്. അതിൽ ഒതുങ്ങുന്ന വിഷയത്തിൽ മാത്രമേ നമുക്ക് റോൾ മോഡലാക്കാൻ കഴിയും. ഖുർആൻ തന്നെ വിവരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ നബിയിൽ ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉദാത്തമായ മോഡൽ സ്വീകരിക്കാനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. നല്ലൊരു പിതാവായിട്ട്, നല്ലൊരു മകനായിട്ട്, നല്ലൊരു ഭർത്താവായിട്ട്, നല്ല വിധികർത്താവായിട്ട്, നീതിന്യായകനായിട്ട്, എല്ലാ അർത്ഥത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇതിന്റെ പ്രധാന നേട്ടങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, നമുക്ക് സ്നേഹിക്കാൻ പഠിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, എന്നോട് ചോദിക്കാണ്, നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരം അതേന്നായിരിക്കും. നമ്മുടെ വാചികമായിട്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ ഹൃത്തടം കൊണ്ട് നമുക്കുള്ളിൽ ഹബീബായ തങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിയും. ഏത് വഴി? ഈ സീറയിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ ഒന്നുറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും, പറയുന്ന വ്യക്തി ഞാനായതുകൊണ്ടല്ല, പറയപ്പെടുന്ന വ്യക്തി ഏറ്റവും ഉന്നതനാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആര് പറഞ്ഞാലും തന്നെ, ചെറിയ കുട്ടി ഒരു കഥ ഒന്ന് പറഞ്ഞാലും അത് ഉള്ളിൽ തട്ടും. കാരണം പറയപ്പെടുന്നത് ഉന്നത ശീർഷനായ വ്യക്തിത്വത്തെ കുറിച്ചാണ്. അവ സ്നേഹിക്കാൻ കഴിയും. സ്നേഹിക്കും തോറും അല്ലെങ്കിൽ കേൾക്കും തോറും ഹബീബായ തങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അതായത് നൃത്തങ്ങളെ കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ സ്നേഹിക്കാൻ കഴിയും. സ്നേഹിക്കും തോറും കൂടുതൽ അറിയാൻ കഴിയും. ഇതൊരു വല്ലാത്ത മാജിക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ ഭയങ്കര മാജിക്കാണ്. നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും നബിയോട് നമുക്ക് സ്നേഹം കൂടും. സ്നേഹിക്കും തോറും നമുക്ക് കൂടുതൽ അറിയാനും ത്വരണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ അടുക്കൽ വെച്ചിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എന്നെ മാറ്റി നിർത്തിയാൽ എൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ നിങ്ങളോടാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, പോരാ, അത് പോരാ, ആയിട്ടില്ല. പിന്നെ എങ്ങനെ വേണം? നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എനിക്ക് സ്ഥാനം തന്ന് സ്നേഹിക്കണം, അപ്പോഴേ നീ പരിപൂർണനാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം അദ്ദേഹത്തിന്റെ തീം മാറ്റി എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്ന് തൊട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും എനിക്ക് സ്ഥാനം കൊടുക്കുന്നതിനേക്കാളും ഞാൻ എനിക്ക് പ്രയോറിറ്റി നൽകുന്നതിനേക്കാളും ഏറ്റവും ആദ്യം നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴാണ് യഥാർത്ഥ വിധം സ്നേഹിക്കുന്ന ആളായി തീർന്നത്. അള്ളാഹു ആ വിധം ആയിത്തീരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ മറ്റൊരു നേട്ടം എന്നുള്ളത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഖുർആനിന്റെ സാക്ഷ്യമാണ് അള്ളാഹു പരിശുദ്ധ റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത് റഹ്മത്തായിട്ടാണ്. ആ റഹ്മത്ത് നമ്മളിലേക്ക് കിട്ടാൻ, കാരുണ്യം ഉള്ള ആളായി തീരാൻ ഹബീബിനെ പഠിച്ചാൽ മതി. വേറെ ഒന്നും പഠിക്കേണ്ട, വേറെ ഒരു തിയറി ഇല്ല, വേറെ ഒരു പ്രാക്ടിക്കൽ ഇല്ല. റസൂലുള്ളാഹി തങ്ങളെ പഠിച്ചാൽ കാരുണ്യമുള്ള ആളായി തീരാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിശേഷണമൊത്ത ആളായി തീരാൻ പറ്റും. ഇതാണ് ഞാൻ കാണുന്ന രണ്ടാമത്തെ ലക്ഷ്യം അല്ലെങ്കിൽ നേട്ടം. മൂന്നാമത്തെ ഒരു നേട്ടം എന്നുള്ളത്, ഹബീബായ തങ്ങളെ കുറിച്ച് വിമർശനങ്ങൾ ധാരാളമുണ്ട്. ആ വിമർശനങ്ങളിൽ പഠിച്ചോനെ അങ്ങനെ ഉണ്ടോ, അതെന്തിരിക്കും അങ്ങനെ സംശയിച്ചു പോകാതെ കൃത്യമായിട്ടുള്ള ഈ വിവരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് വിമർശനത്തെയും അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് സീറ പഠിച്ചാലുള്ള ഒരു പ്രധാന നേട്ടം. ഒന്ന് ആലോചിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ വായിൽ തോന്നിയതൊക്കെ കൊതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ പലതും വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകൾ. ഏറ്റവും ഒടുക്കം ഹബീബായ തങ്ങളൊന്ന് വായിക്കാൻ ഒരു പുസ്തകം വെച്ച് നീട്ടിയാൽ മതിയാകും. 1-2 ദിവസങ്ങളുടെ വായനയ്ക്ക് ശേഷം അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ ചരിത്രങ്ങളുണ്ട്. പള്ളിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടുന്ന പുറത്ത് ആളുകളുണ്ട്. പള്ളിയിലേക്കൊന്ന് അകം കാണിച്ചു കൊടുത്താൽ ഇവിടെ ഒന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ പകുതി നീങ്ങിപ്പോകും.
എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഓറിയന്റലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും മതം ഇല്ലാത്തവരും ഉള്ള തീവ്രവാദികളും ഒക്കെ ആയിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ചെറിയ രൂപത്തിലെങ്കിലും മോചനം കിട്ടും. നാലാമത്തെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ പഠിക്കല്, അതുപോലെ തന്നെ മദീനയെക്കുറിച്ച് പറയല്, മക്കയെക്കുറിച്ച് പറയൽ എല്ലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിനപ്പുറം ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉത്തമമായ സമുദായം എൻ്റെ സമുദായമാണെന്നും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അവരും ഈ ചരിത്രത്തിൽ ഇടം പിടിച്ച് പലപ്പോഴും നമ്മുടെ ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിലും പല സ്വഹാബാക്കൾ കടന്നു വരും, പല ശ്രേഷ്ഠമായ സ്ഥാനങ്ങളും ഇടം പിടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും ഉത്തമമായ ആളെ കുറിച്ചാണ് ഖുർആൻ കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നാണ് ഇതിന്റെ മറ്റൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. ഇനി ഇതിന്റെ സോഴ്സ് എന്താണ്? ഇൻഷാ അല്ലാഹ് ജനനം മുതൽ പറഞ്ഞു തുടങ്ങൽ നാളെയാണ്. നമ്മൾ കുറച്ച് ആളുകളിലേക്ക് കൂടെ ഈ സന്ദേശം എത്തിക്കലും കുറച്ച് ആളുകളെ കൂടി ഈ പള്ളിയിലേക്ക് വരുത്തലും ഇതിന്റെ ഒരു ലക്ഷ്യത്തിന്റെ മറ്റൊരു ലക്ഷ്യം കൂടെയാണ്. കാരണം നമുക്ക് ട്രാക്കിൽ കയറാൻ ഇത് മതിയാകും. സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടുപോകുക എന്നുള്ളത് എപ്പിസോഡിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു ടെൻഡൻസി ഉണ്ടാവും. നാളെ എന്തായിരിക്കും എന്ന് കേൾക്കാൻ, നാളെ എന്തായിരിക്കും ഈ ചരിത്രത്തിന്റെ ബാക്കി എന്ന് കേൾക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുവഴി സ്ഥിരമായിട്ട് പള്ളിയിൽ വന്നു തുടങ്ങും. വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ട്രാക്കിലാകാൻ ഇടയാക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ സോഴ്സ് ഒന്നാമതായിട്ട് ഖുർആൻ തന്നെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു പ്രവാചക ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടെ നിന്ന് പറയുമ്പോൾ ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു നബിയുടെ ഏറ്റവും ആദ്യം മുതൽ അവസാനം വരേക്കുള്ള ദസ്തൂർ, നിയമം, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്നു പോയിരിക്കാൻ, ഇൻസ്റ്റാൾ ചെയ്ത് തന്നു പോയിരിക്കാൻ, അതായത് ഇൻസ്റ്റാളേഷൻ നടപടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനൊരു മാനേജർ ഉണ്ടാവും. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചു നോക്കാനുള്ളതാണ് കാറ്റലോഗ്. കാറ്റലോഗ് ഏതാണ്? വിശുദ്ധ നമ്മളെന്ന പ്രൊഡക്റ്റ് ഏത് വിധം ഉപയോഗപ്പെടുത്തണം എന്നതിനെ കൃത്യമായി വിവരിക്കുന്ന കാറ്റലോഗാണ് വിശുദ്ധ ഖുർആൻ. ആ കാറ്റലോഗ് കൊണ്ടുതന്ന മാനേജറാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനാണ് നമ്മളെ ഇതിന്റെ ഒന്നാമത്തെ സോഴ്സ്. എന്തുകൊണ്ട്? എല്ലാ ചരിത്ര സംഹിതകളുടെയും സൂചകം എവിടെയുണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. നുബുവത്തിന്റെ ആദ്യഘട്ടം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അത് തുടങ്ങി ഹബീബിന്റെ വഫാത്തോട് അടുക്കുന്ന സമയത്ത് അൽയൗമ അക്മൽതു ലക്കും അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാം. ഇസ്ലാം ദീന, നിങ്ങൾക്ക് ഇന്ന ദിവസം പരിപൂർണമാക്കി തന്ന് ഈ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നിടം, അതായത് 23 വർഷത്തെ പ്രബോധന ദൗത്യവും അതിനു മുമ്പുള്ള കാര്യങ്ങൾ കൃത്യമായി ഖുർആൻ തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിന് സഹായകമായിട്ട് നമ്മൾ മുസ്ലിം ഇമാമിന്റെയും ബുഖാരി ഇമാമിന്റെയും ഹദീസ് ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറത്തുൽ ഇബ്നു ഇസ്ഹാഖ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചരിത്രത്തിൽ അവലംബിക്കുന്ന ഒരു കിതാബാണ് സീറത്തുൽ ഇബ്നു ഇസ്ഹാഖ്, മറ്റൊന്ന് സീറത്തുൽ ഇബ്നു ഹിഷാം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കല്ല. നാളെ മുതൽ ഹബീബായ തങ്ങളുടെ ജനനം എവിടെ, ആരായിരുന്നു മാതാപിതാക്കൾ, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നാളെ തൊട്ട് കൃത്യമായി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തുടങ്ങും. ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ബലാഗ് ഈ സന്ദേശം നിങ്ങളിലേക്ക് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. എനിക്ക് ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമലായിട്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. കാരണം 1700 പേജുള്ള ഒരു പുസ്തകം, മറ്റൊന്ന് 900 പേജുള്ള മറ്റൊരു പുസ്തകം, പിന്നെ വിശുദ്ധ ഖുർആൻ, ബുഖാരി, മുസ്ലിം, ഇതെല്ലാം കൂടെ നമ്മളെ റെഫറൻസ് ആയിട്ട് അതിൽ നിന്ന് ആറ്റിക്കുറിക്കുക കോർ പോയിന്റ്സുകളും ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും അടുത്തറിയേണ്ട വിഷയങ്ങളുമാണ് നമ്മൾ പ്രതിപാദിച്ച് പോകുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവസാനമായി ഞാൻ പറയട്ടെ, ലിമ നുഹിബ്ബു, എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? വാപ്പില്ലാത്ത കുട്ടിയെ ലിമ നുഹിബ്ബു, എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? ഉമ്മ പെട്ടെന്ന് പോയ കുട്ടിയെ ലിമ നുഹിബ്ബു, എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാര്യമാരെ ഖബറടക്കിയ ഭർത്താവാണ്. ലിമ നുഹിബ്ബു, എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്?
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളെ 6 ഖബറിനിടയ്ക്ക് ഭക്ഷണം. ലിമൻ യുഹിബ്ബുഹു, എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? 21 തവണ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ട വ്യക്തിത്വമാണ്. ലിമൻ യുഹിബ്ബുഹു, എന്തിനാന്നറിയാം? സ്വർഗത്തിലേക്ക് ആദ്യം വെച്ചടി വെക്കുന്ന ആ വലത്തെ കണങ്കാലിൽ മുറിവേൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന കാരണം കൊണ്ടാണ്. ലിമൻ യുഹിബ്ബുഹു, എല്ലായ്പ്പോഴും നമ്മളെ ഓർത്തും കരഞ്ഞു എന്നതുകൊണ്ടാണ്. ലിമൻ യുഹിബ്ബുഹു, എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? നാളെ ശഫാഅത്തിന്റെ അടുത്ത് ഞാൻ നിങ്ങളെ കാത്തിരിക്കും എന്ന് പറഞ്ഞത്. ലിമൻ യുഹിബ്ബുഹു, എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? ഹൗദുൽ കൗസറിന് ദാഹജലം നൽകിയിട്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞത്. ലിമൻ യുഹിബ്ബുഹു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സുജൂദിൽ കിടക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ തന്നെ നമുക്ക് സംഗ്രഹിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.